വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ 20 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് യേശു മിശിഹ ഒരു ഭവനത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ ആ ഭവനത്തിൽ നടക്കുന്ന സംസാരങ്ങളുടെ പിൻബലത്തിൽ കർത്താവ് അസന്നിഗ്ധമായ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം വിചാരിച്ചാലും, എങ്ങനെയെല്ലാം നിങ്ങളുടെ പ്രവൃത്തി പദങ്ങൾ ക്രമീകരിച്ചാലും പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ദൂഷണം പറയുകയാണെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയില്ല. ഇതാണ് ഇന്നത്തെ വചനത്തിന്റെ കാതലായ സന്ദേശം. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നു എന്ന് കർത്താവ് യേശു മിശിഹ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ഈശോ ആ ഭവനത്തിൽ പ്രവേശിച്ച് കർത്താവ് യേശു മിശിഹയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവസാനം വിടുതലും നൽകുന്ന വലിയ ശുശ്രൂഷയാണ്. നടപടി പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും വിടുതലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹിതന്മാരെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നടപടി പുസ്തകത്തിൽ ഏറെ എല്ലാ അധ്യായങ്ങളിലും നമ്മൾ വായിക്കുക. അതിന്റെ കത്തിച്ചൊലിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അത് ഉറക്കെ പ്രഘോഷിക്കുന്നത്. കാരണം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നസറേനായ യേശുവെന്നും അവർ ഉദ്ധാനം ചെയ്തത് ഇപ്രകാരം എല്ലാത്തിന്റെ മേൽ അധികാരമുള്ളവരായി കൽപ്പിച്ച് അവർ വിശുദ്ധീകരിക്കുമെന്നുള്ള ഉറച്ച ബോധത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചത്. അതിന്റെ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ കാണുക. എന്താണ് ആ ഭവനത്തിൽ സംഭവിച്ചത്? ഈശോയെ, കർത്താവായ യേശു മിശിഹായെ, പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ നസറേനായ യേശു ക്രിസ്തുവാകുന്ന ദൈവപുത്രനെ പിശാചുക്കളുടെ തലവനാകുന്ന ബേൽസെബൂൽ എന്ന ശക്തിയോട് ഉപമിക്കുന്ന പ്രവണത. നന്മ ചെയ്യുന്നത്, നന്നായി ദൈവനാമത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആത്മീയമായ ഉജ്ജ്വലമായ മനസ്സിന്റെ ഉടമയായി നിന്നുകൊണ്ട് നന്നായി പ്രഘോഷിക്കുമ്പോൾ അതിനെല്ലാം വിപരീത ദിശയിൽ നിയമങ്ങളുടെ നൂലാമാലകളിലൂടെ ഇടപെടിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അതിനെ നഖസിദ്ധാന്തം എതിർക്കുന്ന ഒരു കൂട്ടരെയാണ് ആ ഭവനത്തിൽ കണ്ടെത്തുക. കർത്താവ് യേശു മിശിഹ അവിടെ ചെയ്തത് നന്മയാണ്. ഓരോ വിധത്തിലും അസ്വസ്ഥത അനുഭവിക്കുന്ന മക്കൾക്ക്, പൈശാചിക ബന്ധനങ്ങളുള്ളവർ, രോഗങ്ങൾ ബാധിച്ചവര്, മാറാരോഗികളുമായി എണ്ണപ്പെട്ടവർ, ഇവർക്കൊക്കെ സൗഖ്യം കൊടുക്കുന്ന ഒരു അനുഭവം ആ ഭവനത്തിൽ നടക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന മറ്റൊരു വിഭാഗം അവിടെ പതുക്കെ തല ഉയർത്തുക. ആ തല ഉയർത്തുന്ന പശ്ചാത്തലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, നിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നത് ഒന്നും നീ ചെയ്യരുത്. നിന്റെ ഭവനത്തിൽ നിന്ന് കർത്താവിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നത് ഒന്നും നീ ചെയ്യരുത്. ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കേണ്ട ഭവനമാണ് നീ വസിക്കുന്ന നിന്റെ വീട്. ആ വീട്ടിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി നീ ദൈവത്തോട് ആരാധന പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് കരഞ്ഞ് നിർവിളിക്കുമ്പോൾ, അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം നിന്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ പൈശാചിക മാരക ശക്തികളുടെ മേൽ അധികാരമുള്ള അവിടുത്തെ ആജ്ഞാ വചനത്താൽ പൂർണ്ണമായി നീ മുക്തി നേടും, നിനക്ക് വിടുതൽ ലഭിക്കും, നീ സൗഖ്യം പ്രാപിക്കുമെന്ന് നീ വിശ്വസിക്കണം. അതിന് നിനക്ക് ലഭിക്കുന്ന ഒരവസരവും നീ തള്ളിക്കളയരുത്. കാരണം അത് മനസ്സിലാക്കിയിട്ട് മനോഹരമായ രംഗമുണ്ട്. പഴയ നിയമത്തിൽ ശമൂവേലിന്റെ പുസ്തകം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. 1 ശമൂവേലിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ കാര്യം കാണും. കർത്താവ് യേശു മിശിഹായുടെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഒരു കുടുംബത്തിൽ ഉണ്ടാകെ ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ ന്യായാധിപനായ 40 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായി ശുശ്രൂഷ ചെയ്ത ഏലി പുരോഹിതന്റെ 2 മക്കൾ ഫിനെഹാസും മരിക്കുന്ന ഒരു അവസരം ഉണ്ടാകും. കൊല്ലപ്പെടുക. ഫിലിസ്ത്യർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈ 2 മക്കളെയും കൊന്നുകളഞ്ഞു. 2 മക്കളിൽ ഫിനെഹാസിന്റെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയാണ്. കർത്താവിന്റെ പേടകം ഫിലിസ്ത്യർ എടുത്തുകൊണ്ട് പോയി നടന്നപ്പോൾ ഈ പുരോഹിതൻ ദുഃഖിതനായി.
ഇങ്ങനെ കൊല്ലപ്പെട്ടു അറിഞ്ഞപ്പോൾ അതീവ ദുഃഖിതയായി. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവ സമയം അടുത്തിരുന്നതുകൊണ്ട് അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് അവൾ പേരിട്ടത് ഇഖാബോത്ത്. ഇഖാബോത്ത് എന്ന് പറഞ്ഞാൽ ഹീബ്രു പദമായ ഇഖാബോത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു. ന്യായാധിപനായ പുരോഹിതനായ ഏലി എന്ന ആ മഹാമനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിലേക്ക് വലിയ അന്ധകാരത്തിന്റെ നിഴലുണ്ടാവുന്നു. കർത്താവിന്റെ മഹത്വം ആ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കർത്താവിന്റെ മഹത്വം ആ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ആ മരുമകളാവുന്ന ആ മകൾ കുഞ്ഞിന് പേര് നൽകിക്കൊണ്ട് അത് സ്ഥിരീകരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു. മക്കളെ, ഈശോ ഇന്ന് ഭവനത്തിൽ ചെന്നതിന് ശേഷം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നിന്റെ ഭവനം ദൈവാനുഗ്രഹങ്ങൾ നിറയാൻ, പരിശുദ്ധമായ അഭിഷേകങ്ങൾ നിറയാൻ, ആത്മാവിനാൽ ജ്വലിക്കാൻ നീ ദൈവത്തിലേക്ക് നോക്കണം. ദൈവത്തെ നീ വിളിക്കണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് നീ വരണം. കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ, അവിടുത്തെ പേടകത്തിന് മുമ്പിലേക്ക് ഓടി വരാൻ നിനക്ക് സാധിക്കണം. അക്കാര്യം പരിശുദ്ധമായ തോമസിൽ അവിടുത്തെ സന്നിഹിതനായിരിക്കുന്ന അവിടുത്തെ സഹായികൾ അവിടെ നിന്നും സന്നിഹിതനാണെന്നുള്ള ബോധ്യം പ്രിയപ്പെട്ട മക്കളെ ആ പേടകത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ പേടകം വിട്ട് നമ്മൾ എങ്ങോട്ട് ഓടരുത്. ഈ പേടകത്തിനടുത്തേക്ക് വരാൻ നിനക്ക് സാധിക്കണം. കാരണം ഇത് ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിലേക്ക് തരുന്ന ഇടമാണ്. നിന്റെ ഭവനത്തിൽ ഈ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുന്ന എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ ശരി, അന്ധചിത്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല. ഈശോ പറയുക വ്യക്തമായി പറയുക, അന്ധചിത്രമുള്ള രാജ്യവും നിലനിൽക്കുകയില്ല. എന്താണ് അന്ധചിത്രം? ഗർഭചിത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുന്ന അവസ്ഥയിൽ ആ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെച്ച് തന്നെ ഇല്ലാതാക്കി കളയുക, കൊന്നു കളയുക, ജീവൻ ഭരിക്കുക. ആ കുഞ്ഞിന്റെ അനുവാദം ചോദിക്കാതെ ആ കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ള ധാരണ മനസ്സിലായി കഴിയുമ്പോൾ അത് എനിക്ക് അപമാനമാണെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ കുടുംബത്തിന് ദോഷമാണെന്ന് കണ്ടുകൊണ്ട്, എന്റെ കുടുംബത്തിന് ഭാരമാവുമെന്ന് കണ്ടുകൊണ്ട്, എന്റെ കുടുംബത്തിന് എന്നേക്കും ഒരു ശാപമാവുമെന്ന് കണ്ടുകൊണ്ട് ആ കുഞ്ഞിനെ, ജീവനോടെയുള്ള കുഞ്ഞിനെ ഏറ്റവും ആരോഗ്യത്തോടെ അമ്മയുടെ ഉദരത്തിന്റെ ആ എല്ലാ സംരക്ഷണയും ജീവിക്കാൻ ആഗ്രഹിച്ച് ജനിച്ചു വന്ന കുഞ്ഞിനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഒരു അമ്മയെ പോലെ, നിഷ്ഠൂരമായി കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ പോലെ കുടുംബത്തിൽ അന്ധചിത്രം എങ്ങനെയാണ് കടന്നു വരിക? മക്കളെ, ഞാൻ പറഞ്ഞ പദപ്രയോഗം വളരെ ശ്രദ്ധേയം. അന്ധചിത്രം ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ത്തപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ 18 മുതൽ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശിക്ഷിക്കും, ഞാൻ നിനക്ക് വേണ്ടതെല്ലാ തീർച്ചകളും തരും, എന്നാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. കാരണം നിനക്ക് ഞാനാണ് ജീവൻ നൽകിയത്, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്നിലുള്ള ജീവശ്വാസം പകർന്നത് ഞാനാവുന്ന ദൈവമാണെന്ന് വ്യക്തമായി അടിവരയിട്ട് യെശയ്യാ പ്രവാചകനോട് നമ്മളോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭവനത്തിൽ ഈ അന്ധചിത്രം ഉണ്ടാകുന്ന വ്യക്തിയാണ്. ഭാര്യയാണോ, ഭർത്താവാണോ, അപ്പനാണോ, അമ്മയാണോ, മകനാണോ, മകളാണോ? കുടുംബത്തിന് ചേരാത്തത്, ഭവനത്തിന് അഹിതമായത്, നിന്റെ ഹിതത്തിന് ഇഷ്ടപ്പെട്ട, നിന്റെ ഹിതത്തിന്, നിന്റെ താല്പര്യത്തിന്, നിന്റെ താൽക്കാലികമായ സന്തോഷത്തിന്, അഭിരുചിക്ക്, ഒരു ആനന്ദത്തിന് വേണ്ടി നീ ചെയ്തു കൂടുന്നതൊക്കെ നിന്റെ കുടുംബത്തിന് അന്ധചിത്രത്തിന് കാരണമാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭവനത്തിൽ നിന്നുകൊണ്ടാണ് പറയുക. ആ ഭവനത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഭവനത്തിലെ എല്ലാ അംഗങ്ങളെയും നോക്കിക്കൊണ്ട് അവർ വന്ന സൗഖ്യമാണ് വന്ന എല്ലാവരുടെ മുഖത്തു നോക്കി പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നിലനിൽക്കണം. ആത്മീയമായ ചൈതന്യം കിട്ടുന്നിടത്തേക്ക് ഓടിപ്പോകണം. നമുക്ക് ഒത്തിരി വിരസത തോന്നും. ഇത് പോയിട്ട് എന്ത് കാര്യം? നമ്മൾ എന്തിന് അവിടെ പോകണം? വെറുതെ എന്നും ഒരേ വചനം കേൾക്കുന്നു, വെറുതെ എന്നും ഒരേ കുർബാന കാണുന്നു, വെറുതെ എന്നും ഒരേ കുദാശി സംബന്ധിക്കുന്നു. എന്ത് പ്രയോജനം? നമുക്ക് പോകണ്ട. അന്ധചിത്രമുള്ള കുടുംബങ്ങളുടെ ഒന്നാമത്തെ ലക്ഷണം
സഹോദരങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകില്ല. അവർ കാണുമ്പോൾ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കും, ഒരുമിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരാം. പക്ഷെ ഉള്ളുകൊണ്ട് വെറുക്കുന്ന സഹോദരങ്ങൾ ഉള്ളിടം അന്തർജനത്തിന്റെ ആദ്യത്തെ പണിയാണ്. അന്തർചിത്രമുള്ള ഭാഗത്തിന്റെ രണ്ടാമത്തെ തളം കുഞ്ഞുങ്ങളെ നേർവഴിയിൽ നയിക്കാൻ സാധിക്കാത്ത മാതാപിതാക്കൾ. ഫലത്തിൽ നോക്കിയാൽ വൃക്ഷത്തെ അറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ്, പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയുണ്ട്, മക്കളെ നോക്കിയാൽ മതി അപ്പനും അമ്മയും ആരാണെന്ന് കൃത്യമായി പറയാം. മക്കളെ നോക്കിയാൽ മതി, മകനെ നോക്കിയാൽ മതി, മകളെ നോക്കിയാൽ മതി, നിന്റെ അപ്പൻ ആരാണെന്ന് നിന്റെ അമ്മ ആരാണെന്ന് കൃത്യമായി പറയാമെന്ന് ആ മനുഷ്യൻ പറയുകയാണ്. വചനത്തിൽ പറയുന്നു, ഫലത്തിൽ നിന്ന് അപ്പനെയും അമ്മയും കൃത്യമായി തിരിച്ചറിയാം. നന്നായി ജീവിക്കുന്ന മകന്റെ മുഖത്തെ മാനവമായ അവസ്ഥ കണ്ടാൽ, ദുഃഖമുള്ള അവസ്ഥ കണ്ടാൽ, തേങ്ങുന്ന മനസ്സ് കണ്ടാൽ അറിയാം അവൻ നന്നായി ജീവിക്കുന്നുവെങ്കിലും അപ്പൻ അല്ലെങ്കിൽ അമ്മ വളരെ മോശമായിട്ടാണല്ലോ ജീവിക്കുന്നത്. അവൻ ആ ദുരന്തത്തിലേക്ക് കാലെടുത്ത് വെക്കാതെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പൻ ജീവിച്ചതുപോലെ ദൈവമേ എനിക്ക് ജീവിക്കാൻ ഇടവരരുതേ എന്ന്, അമ്മയെ പോലെ ഞാൻ തളർന്നു പോകാൻ ഇടയാകരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവന്റെ ഉള്ളിലെ തേങ്ങലുകൾ മുഖത്ത് നിഴലിച്ചു നിൽക്കും. വലിയ വിഷാദരോഗിയെ പോലെ ആയിരിക്കും. സാധാരണമായ ജീവിതത്തിലേക്ക് അവന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക കുടുംബത്തിൽ തന്നെ. പ്രിയപ്പെട്ട മക്കളെ, അപ്പനും അമ്മയോടും അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോടും ഹൃദയം കൊണ്ട് ചേരണം. വാക്കു വ്യത്യാസങ്ങൾ കാണും, പൊരുത്തക്കേടുകൾ കാണും, അഹിതമായത് പലത് കണ്ടെന്നു വരും. വിട്ടുവീഴ്ചയോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് ഹൃദയം കൊണ്ടൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നത്? നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ട് മക്കളെ നേർവഴിയിലേക്ക് നടത്താൻ ഞാനെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന മക്കളുണ്ടെന്ന് പറയാൻ അഭിമാനിക്കുന്നത്? നിങ്ങൾ എത്ര പേർക്കൊണ്ട് മക്കളെ ഓർത്ത് സന്തോഷത്തോടെ ഓർത്ത് ദേവാലയത്തിലേക്ക് എന്റെ മകൾ വരുമെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതിന് മുമ്പേ ദേവാലയത്തിൽ എത്താൻ സാധിക്കുന്നത്? ഇതെല്ലാം അന്തർചിത്രമുള്ള കുടുംബത്തെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകകളാണ്. മറക്കരുത് മക്കളെ, ഇന്ന് വചനം അടിവരയിട്ട് പഠിപ്പിക്കുക. അന്തർചിത്രത്തിലുള്ള എല്ലാ മേഖലകളെയും നിന്റെ ഭവനത്തിൽ നീ കണ്ടെത്താം. മകളിലാണോ, മകനിലാണോ, അപ്പനിലാണോ, അമ്മയിലാണോ, പതുക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് അവയെ അകറ്റി തന്നെ എന്ന് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തെ അന്വേഷിക്കണം, ദൈവത്തെ ആരാധന പ്രാർത്ഥിക്കണം. ദൈവമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കണം. നിന്റെ ഭവനത്തിൽ നിനക്ക് മാറ്റാൻ പറ്റാത്ത ദുശീലമുണ്ടെങ്കിൽ, എടുത്തുകളയാൻ പറ്റാത്ത തർക്കദോഷമുണ്ടെങ്കിൽ, നീ ശീലിച്ച പല കാര്യങ്ങളും നിന്നെ കാർന്നു തിന്നുന്ന അവസ്ഥയിൽ നീ തകർന്നു പോയെങ്കിൽ ദൈവത്തിന് അസാധ്യത ഒന്നുമില്ലെന്ന് നീ നോക്കണം. സങ്കീർത്തനം 61 വാക്യത്തിൽ പറയുന്നു, എന്നെ അപ്രാപ്യമായ പാറയിൽ കയറ്റി നിർത്തണമേ എന്ന്. നിനക്ക് സാധിക്കില്ല, നിനക്ക് കഴിവില്ല. പക്ഷെ കഴിവുള്ള ഒരുവനുണ്ട്, അവന്റെ നാമം ദൈവമെന്ന് നീ വിശ്വസിക്കണം. അവൻ നിന്നെ അവിടെ കയറ്റി നിർത്തും. നിനക്ക് അസാധ്യമെന്ന് കരുതി ആ തർക്കദോഷമുണ്ടല്ലോ, നിന്റെ പിടിവാശിയുണ്ടല്ലോ, നിന്റെ ഇച്ഛാശക്തിയോട് നീ ചെന്ന് കൽപ്പിച്ച് നിന്റെ ഭവനത്തെ നിയന്ത്രിക്കുന്ന ആ നേർരേഖയിൽ കാണുന്ന ആ ലക്ഷ്മണരേഖയുടെ ആ ഭാഗമുണ്ടല്ലോ, വിട്ടുകളയണം. നിന്നെപ്പോലെ സ്വാതന്ത്ര്യവും നിന്നെപ്പോലെ സ്നേഹിക്കാനും ഇടപെടാനും സംസാരിക്കാനും അവകാശമുള്ളവരാ നിന്റെ ഭാര്യയും നിന്റെ മരുമകളും നിന്റെ അമ്മയും ഒക്കെ. നിന്റെ ഇച്ഛാശക്തി കൊണ്ട് വായട്ടടിക്കരുത്, നിന്റെ ആജ്ഞാശക്തി കൊണ്ട് കൽപ്പിച്ച് അവിടെ മതിൽ തീർക്കരുത്. നിന്റെ ഭവനത്തിനുള്ളിലേക്ക് കൃപയോടെ കാണാം.